ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായ KSEB ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ഈസി ആയിട്ട് എങ്ങനെ KSEBയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ലോഗിൻ ടു അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കസ്റ്റമർ ID, പേര്, അതുപോലെ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ട തുക എന്നുള്ള വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ UPI IDയിലൂടെ, അതുപോലെ ഡെബിറ്റ് കാർഡിലൂടെ, ക്രെഡിറ്റ് കാർഡിലൂടെ ഏത് രീതിയിലുള്ള പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ UPIയിലൂടെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് UPI എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഭീം, അതുപോലെ ആമസോൺ പേ, അതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, അതുമല്ലെങ്കിൽ അതേഴ്സ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI അഡ്രസ്സ് താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു വെരിഫൈ എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ UPI ID വെരിഫിക്കേഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ റൈറ്റ് മാർക്കും കാണാം. അതുപോലെ നിങ്ങളുടെ UPI ID ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഹോൾഡറുടെ പേരും കാണാൻ സാധിക്കും. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത് അതെല്ലാം ഒന്ന് വായിച്ച് നോക്കി അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെയുള്ള കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു കഴിഞ്ഞു. അതിൻ്റെ റെസീറ്റാണ് ഇവിടെ കാണുന്നത്. ടോട്ടൽ എമൗണ്ട് എത്രയാണ് അടച്ചിരിക്കുന്നത് എന്നുള്ള തുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം ആപ്പിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് എന്നൊരു ഭാഗം കാണാം. അതിന് തൊട്ട് താഴെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് KSEBയുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.